ഇറാൻ ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ നിർണായക വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾക്ക് പിന്നാലെ ചൊവ്വാഴ്ച 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. തെഹ്റാൻ പൂർണ്ണമായും ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ സമ്മതിച്ചാൽ ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് ട്രംപ് അറിയിച്ചതിനെ തുടർന്ന് ഈ നിർദ്ദേശത്തോട് ഇറാൻ യോജിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഈ വെടിനിർത്തൽ ധാരണയുടെ പരിധിയെക്കുറിച്ച് പുതിയ ആശയക്കുഴപ്പങ്ങളും ഉയർന്നിട്ടുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൽ ലെബനൻ ഉൾപ്പെടുന്നില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമായി അറിയിച്ചു. ഇതോടെ ലെബനനും ഈ ധാരണയുടെ ഭാഗമാണെന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിന്റെ പരാമർശങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനിടെ ബുധനാഴ്ച ഹോർമുസ് കടലിടുക്കിലൂടെ ഗതാഗതം ഇറാൻ നിർത്തിവെച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ആഗോള ഊർജ്ജ വിതരണത്തെ ഇത് വീണ്ടും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ജലപാതയിലൂടെ എണ്ണക്കപ്പലുകളുടെ സഞ്ചാരം താൽക്കാലികമായി നിർത്തിയതായി ഇറാനിലെ ഫാർസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ അമേരിക്കയുമായി ഉണ്ടായ വെടിനിർത്തൽ ധാരണയിൽ നിന്ന് പിന്മാറാനിടയുണ്ടെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെടിനിർത്തലിന് ശേഷവും ലെബനനിലുടനീളം ഇസ്രായേൽ ആക്രമണം തുടരുകയാണെന്നാണ് റിപ്പോർട്ട്. ബുധനാഴ്ച നടന്ന ആക്രമണങ്ങളിൽ കുറഞ്ഞത് 254 പേർ കൊല്ലപ്പെടുകയും 1165 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പുറത്തുവന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും അനിശ്ചിതത്വം രൂക്ഷമാകുന്ന സാഹചര്യമാണ് ഇതിലൂടെ രൂപപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.